പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ നന്മകളുടെ വഴികൾ അടഞ്ഞു പോകാനും ചില കാരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. അപ്പോൾ കാരണമുണ്ടെങ്കിൽ ശാപം ഫലിക്കും. അനുഗ്രഹിക്കപ്പെടാനും കാരണമുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിനും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില റീസണുകൾ, ചില കാരണങ്ങൾ ഉണ്ട്. എങ്ങനെയാണ് നാം അനുഗ്രഹീതരാകുന്നത് എന്നതിനെക്കുറിച്ച് സവിസ്തരമായി ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്നാണ്. അത് വാങ്ങിച്ചിട്ടില്ലാത്തവരും വായിച്ചിട്ടില്ലാത്തവരും അത് ദയവായിട്ട് വായിക്കണം. അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അത് അവൈലബിൾ ആണ്. എന്നാൽ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് എന്തൊക്കെയാണ്? അത് കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിന്, എൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാതിരിക്കുന്നതിന്, എന്നെ ദൈവം ഉപയോഗിക്കുവാൻ തടസ്സമായിരിക്കുന്നതിന് എന്താണ് കാരണമായിരിക്കുന്നത്? ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനം ആയിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായ ഒരു ദേശം കാണും. പ്രവാചകനായ യെശയ്യാവ് പ്രവചന പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 15, 16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കൊടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ആ വ്യക്തി ആരാണോ അങ്ങനെ ചെയ്യുന്നത്, ആ മനുഷ്യൻ, ആ സഹോദരി ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ ആ വ്യക്തിയുടെ അഭയസ്ഥാനം ആയിരിക്കും. ആ വ്യക്തിക്ക് അവൻ്റെ അപ്പം കിട്ടും, അവൻ്റെ വെള്ളം മുട്ടിപ്പോകത്തില്ല. ആ വ്യക്തി ദൈവത്തെ, രാജാതി രാജാവായ സർവശക്തനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കാണും. വിശാലമായ ദേശത്തിൽ ആ വ്യക്തിയെ ദൈവം എത്തിക്കും. ഞാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ചോദിക്കട്ടെ, താഴ്ചയല്ല, എനിക്ക് ഉയർച്ച തന്നെ പ്രാപിക്കണമെന്നുള്ള ഒരു ആമീൻ പറഞ്ഞ്. പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമായിരിക്കണം. അന്നുള്ള അപ്പം എനിക്ക് ലഭിക്കണം. എൻ്റെ വെള്ളം എനിക്ക് മുട്ടിപ്പോകരുത്. ഞാനും എൻ്റെ കുടുംബവും ശാപത്തിൻ്റെ കീഴിലാകരുത്. എൻ്റെ കണ്ണ് രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദേവാതിദേവനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കണം. വിശാലമായ ദേശം, അതിൻ്റെ നന്മ എനിക്ക് കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നേര് പറയണം. നീതിപൂർവമുള്ള സംസാരം, നീതിയില്ലാത്ത, നന്മയല്ലാത്ത ഭോഷ്കായ വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണം. ആരെയും നശിപ്പിക്കുവാനും ആരെയും തകർക്കുവാനും വേണ്ടി നീ സംസാരിക്കരുത്. ബന്ധങ്ങളെ ഇല്ലാതാക്കുവാനും തമ്മിൽ അടുപ്പിക്കുവാനും തമ്മിൽ അകറ്റുവാനും കുടുംബങ്ങളെ തകർക്കുവാനും
ദൈവസഭയ്ക്കകത്ത് കലക്കങ്ങൾ സൃഷ്ടിക്കുവാനും നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തെ ആ നന്മയെ ഇല്ലായ്മ ചെയ്യാനും ഒരിക്കലും നിങ്ങളുടെ അധരം അനീതിയുടെ ഭോഷ്കിന്റെ അവയവമായി തീരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേര് പറയാൻ നമുക്ക് കഴിയണം. കാരണം സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾക്കകത്ത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? മറുപടി, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, നാവ് കൊണ്ട് കള്ളത്തരം പറയാതെ, കുരള പറയാതെ, തന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ. യഹോവേ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? എല്ലാരും കൂടെ അങ്ങ് ഓടിച്ചെല്ലാനല്ല എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീതിയായി നടക്കണം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, നാവ് കൊണ്ട് കുരള പറയാതിരിക്കണം, കൂട്ടുകാരന് ദോഷം ചെയ്യാതിരിക്കണം, ആരെയും അപമാനിക്കരുത്, ആർക്കും അപമാനം വരുത്താതെ ഇരിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ, അവന്റെ വിശുദ്ധഗിരിയിൽ, 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവന്റെ കൂടാരത്തിൽ ആര് പാർക്കും എന്ന് പറഞ്ഞാൽ അന്യഭാഷയും അന്യായ ഭാഷയും ഒന്നിച്ചു പറയുന്നവരല്ല. ആരും മിണ്ടുന്നില്ല. അന്യഭാഷയും അന്യായ ഭാഷയും ഒന്നിച്ചു പറയുന്നവരല്ല. നാവ് കൊണ്ട് നേര് സംസാരിക്കണം. നേരും നെറിയും വിട്ടൊന്നും സംസാരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് ജീവിത ചക്രത്തെ തിരിക്കുന്നതാണ്. നാവ് ഒരു തീ തന്നെ എന്നാണ് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അധരം സമർത്ഥനായ ലേഖകന്റെ ഒരു എഴുത്തുകോൽ പോലെയാണ് എന്നാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ആ കൈ ഒന്നെടുത്തേ, ഇവിടെ ഒന്ന് വെച്ച് വർത്താനം പറയാൻ പറ്റണം. എന്നാലും വെച്ച്, കർത്താവേ എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കണമേ. ഭോഷ്ക് പറയാതെ, വ്യാജം സംസാരിക്കാതെ അവിടുന്ന് എൻ്റെ അധരത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച രാജാവ് കണ്ടു. ബൈബിൾ പറയുകയാണ്, പ്രവാചകൻ ആ കാഴ്ച കണ്ടുകൊണ്ട് പറയുകയാണ്, സാറാഫുകൾ അതിലൊരുത്തൻ ഒരു തീക്കനലെടുത്ത്, 6-ാം അധ്യായം 6 എഴുതിയിട്ടുണ്ട്, ഒരു തീക്കനലെടുത്തുകൊണ്ട് വന്ന് എൻ്റെ നാവിനെ തൊടിയിച്ചു. കാരണം എന്നാണ്? ഇതാ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ഞാൻ പാർക്കുന്നു. ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി ഞാൻ മാറിയതിന്റെ കാരണം, ആ വാക്യം എത്രാമത്തെ വാക്യം? 6:5 എന്റെ ചിന്ത. യെശയ്യാ 6:5. ഹല്ലേലൂയ. ഞാൻ നശിച്ചു പറഞ്ഞേ. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താണ് അതിന്റെ കാരണം? നശിക്കാനുള്ള കാരണം എന്നാ? ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ സാന്നിധ്യം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതൻ വന്ന് എന്താ ചെയ്തത്? 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു. എന്നിട്ട് ആ തീ എൻ്റെ തലയ്ക്കകത്ത് വെച്ചെന്നല്ല, ആ തീ എൻ്റെ വായെ തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഉറച്ച തീരുമാനം, ഉറച്ച തീരുമാനം.
കള്ളത്തരം പറയത്തില്ല. മറ്റൊരാളെ തകർക്കാൻ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കത്തില്ല. എൻ്റെ കൂട്ടുകാരനെതിരെ ഞാൻ ഏഷണി പറയത്തില്ല. ആരെയും അപമാനിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കില്ല. ആരെയും പരിഹസിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ അവന്റെ വിശുദ്ധ കൂടാരത്തിൽ എനിക്ക് വസിക്കാൻ കഴിയുകയില്ല. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമാകില്ല. എൻ്റെ അപ്പവും വെള്ളവും മുട്ടിപ്പോകും. വിശാലമായ ദേശം എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ അനുഗ്രഹത്തെ തടയുന്ന, എൻ്റെ നന്മയെ തടയുന്ന ഒരു സംസാരങ്ങളും എൻ്റെ അധരത്തിൽ നിന്നുണ്ടാകത്തില്ല. ചേർന്ന് രാമീൻ പറഞ്ഞേ. രണ്ടാമതായി വേദപുസ്തകം പറയുകയാണ്, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും. വാക്യം 16, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും. കരമെല്ലാം ഒന്ന് ഉയർത്തി പിടിച്ചേ. എന്നിട്ട് ആ കയ്യിലോട്ട് നോക്കി വെച്ച് പറഞ്ഞ, കർത്താവേ, എന്റെ നിത്യത നഷ്ടപ്പെടുന്നതൊന്നും അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതൊന്നും സാത്താൻ എന്റെ ജീവിതത്തെ നോക്കി വാദിക്കുവാൻ കാരണമാകുന്നതൊന്നും എന്റെ കരത്തിൽ നീ തരരുത്. എന്റെ കയ്യിൽ വന്ന് എത്തരുത്. അതിനെ തട്ടിക്കളയുവാൻ എനിക്ക് കൃപ തരണം. എന്റെ കരങ്ങളെ വിശുദ്ധിയോടെ, വെടുപ്പോടെ, നേരുള്ള കരങ്ങളാക്കി, വായ് തുറന്ന് പറഞ്ഞ കറപ്ഷൻ ഇല്ലാത്ത കരമാക്കി എന്റെ കരത്തെ മാറ്റണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞേ, ഉയരത്തിൽ വസിക്കാൻ കയ്യിലിരിപ്പ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ മതി. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാൽ മതി. ഉയരത്തിൽ വസിക്കാൻ കയ്യിലിരിപ്പ് നന്നാക്കണം. ചേർന്ന് ആമീൻ പറയാവോ? 3, രക്തമാതകത്തെ കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും. ഇപ്പോ അനുഗ്രഹത്തിന് തടസ്സമായത് അധരം, എന്റെ വാക്കുകൾ, ഭോഷ്കുകൾ. അനുഗ്രഹത്തിന് തടസ്സമാകുന്നത് എന്റെ കൈകളുടെ പ്രവൃത്തികൾ. 3, ദൈവഹിതമില്ലാത്തത് കേൾക്കാതെ എന്റെ ചെവി പൊത്തണം. ഇപ്പോ ഞാൻ നിങ്ങളോട് എപ്പോഴും തരുന്നൊരു ഉപദേശമാണ്, നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും. കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. കാരണം ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നല്ലൊരു ആത്മീയ ഗാനം, നല്ലൊരു സ്പിരിച്വൽ സോങ് നിങ്ങൾ കേട്ടാൽ ആ സോങ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ഒക്കെ പാട്ട് പാടുമ്പോ അറിയാതെ കണ്ണു നിറയുന്നേ? ചില പാട്ടുകൾ പാടുമ്പോൾ അറിയാതെ, നമ്മള് കൂടെ പാടിയില്ലെങ്കിൽ പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ അലിയും, അങ്ങ് ഒടയും. കാരണം ഒരു പാട്ടിനകത്താണെങ്കിലും ആ പാട്ടുകാരന്റെ സ്പിരിറ്റ്, അവന്റെ ആത്മാവ് ആ ഗാനത്തിനകത്തുണ്ട്. ഇപ്പോ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരാൾ രക്ഷപ്പെടുന്നതിന്റെ കാരണം എന്നാ? വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹം അനുഭവിക്കുന്നതിന്റെ കാരണം എന്നാ? കാരണം ഈ വിശുദ്ധ ബൈബിൾ എഴുതിയതിന്റെ പിറകിൽ, എഴുതപ്പെട്ടതിന്റെ പിറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ഒരു പുസ്തകത്തിന്റെ പുറകിൽ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ ആത്മാവുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രയോജനമുള്ളത് നമ്മൾ പണ്ടേ കേൾക്കുമല്ലോ. സ്തോത്രം. ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ സ്പിരിറ്റ് അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ വേദപുസ്തകത്തിന്റെ പുറകിൽ ചലിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. റൈറ്റ് സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ പുറകിൽ അതുണ്ട്, പ്രസംഗങ്ങളുടെ പുറകിൽ അതുണ്ട്. സിനിമകൾ, ഇന്നത്തെ കാലത്തെ ചില സിനിമകൾ, ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നതിന്റെ പിറകിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മാധ്യമങ്ങൾ മുഴുവനും അടിവരയിട്ട് പറയുന്നു, വയലൻസ്. ഇന്നത്തെ മൂവികളെല്ലാം വയലൻസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴുവനും. അത് കാണുന്ന കുട്ടികളെ, അത് കാണുന്ന ചെറുപ്പക്കാരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതിനകത്തൂടെ ഒരു റോങ് സ്പിരിറ്റ് അവരിലേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഒരു സഹോദരി പറഞ്ഞല്ലോ, അവളുടെ മുകളിൽ നിന്ന്, ആ സഹോദരിയുടെ മേളിൽ നിന്ന് പ്രാർത്ഥനാ മധ്യേ അശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ 15 വർഷമായി അവളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന രോഗം സൗഖ്യപ്പെട്ടു എന്ന്. 18 വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന കൂനയായ സ്ത്രീയെ നോക്കി യേശു പറയുകയാണ്, അബ്രഹാമിന്റെ മകളായി ഇവളെ സാത്താൻ ബന്ധിച്ചിരുന്നതാണ്. ശബത്ത് നാളിൽ ആ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ മേലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് അപ്പൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യേശു പറഞ്ഞത് ചെവി കേൾക്കട്ടെ, സംസാരിക്കട്ടെ എന്നല്ല, ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുപോ. നമ്മുടെ യുവതലമുറയുടെ മുകളിൽ റോങ് സ്പിരിറ്റ് ഇന്ന് അവർ കാണുന്ന കാഴ്ചകളിലൂടെ, അവർ കേൾക്കുന്ന കേൾവികളിലൂടെ, ക്യാമ്പസുകളിലൂടെ, പാട്ടുകളിലൂടെ അവരുടെ ഇമോഷൻസിനെ, അവരുടെ വൈകാര്യ തലങ്ങളെ സാത്താൻ കയ്യിലെടുക്കുകയാണ്. ഹല്ലേലൂയ. അവരെ റോങ് വേയിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ മെസ്സേജിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശു പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. എത്ര ഇരുട്ടിനകത്തിരിക്കുന്നവനെയും, എത്ര ഡ്രഗ് അഡിക്റ്റിനെയും, എത്ര ബന്ധനത്തിൽ കിടക്കുന്നവനെയും വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരുന്നതിൽ പലർക്കും അസ്വസ്ഥതയാണ്. ഇത് ആത്മീക ലോകത്തിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒരു യൗവനക്കാരൻ, ഒരു യൗവനക്കാരി, അടുത്തൊരു ജനറേഷൻ ശുശ്രൂഷയിൽ പൊങ്ങി വരാനോ ആത്മീകമായ മേഖലയിൽ എഴുന്നേറ്റ് വരാനോ അനുവദിക്കാത്ത ഒരു ഈവിൾ അറ്റാക്ക്. ഹല്ലേലൂയ. അത് ബ്രേക്ക് ആവണം, അത് ഉടഞ്ഞു പോണം, ഉടഞ്ഞു പോണം. യൗവനക്കാരുടെ അകത്ത്, യൗവനക്കാരികളായ കുഞ്ഞുങ്ങളുടെ അകത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം കത്തണം, കത്തണം. അവർക്ക് താല്പര്യം ഉണ്ടാകണം. ചേർന്നൊരാമീൻ പറഞ്ഞേ. അവർക്ക് താല്പര്യം ഉണ്ടാകണം. എന്റെ കാതുകൾ ദൈവഹിതമില്ലാത്തത് കേൾക്കാൻ വിട്ടുകൊടുക്കരുത്. ചെറുപ്പക്കാരോടെല്ലാം പറയുന്നു, റോങ് ആയ ഈ നിങ്ങളുടെ ക്യാമ്പസുകളിലൊക്കെ, നിങ്ങളുടെ സ്കൂളുകളുടെ പാർട്ടികളിലൊക്കെ DJ പോലെ ഇടുന്ന പാട്ടുകൾക്കൊത്ത് ചുവട് വയ്ക്കാൻ നിന്റെ കാലുകളെയും നിന്റെ കൈകളെയും നീ വിട്ടുകൊടുക്കരുത്. ആ പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പം തന്നെ നീ അവിടുന്ന് മാറി നിൽക്കണം. കാരണം ഒരു റൊമാൻറ്റിക് സോങ്ങിന് അവൻ്റെ അകത്തെ റൊമാൻറ്റിക് മൂഡിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഒരു റിതമിക് സോങ്ങിന്, ഭയങ്കര അടിച്ച് തകർക്കുന്ന റിതമിക് സോങ്ങിന് അവന്റെ സ്റ്റെപ്പുകളെ, അവന്റെ മൂവ്മെന്റ്സിനെ, അനങ്ങാതെ നിൽക്കുന്നവന് പതിയെ ചലിച്ചു തുടങ്ങും. അവനെ നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിന്റെ ജഡീകതകൾ, പാപങ്ങൾ, വേസ്റ്റ് ആയിട്ടുള്ള തിന്മകൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ചും ഭോഷ്ക് പറയുന്ന ഭോഷ്കുകൾ, വ്യാജ പ്രചരണങ്ങൾ, വ്യാജങ്ങൾ കേൾക്കാൻ നിൽക്കരുത്, വായിക്കാൻ നിൽക്കരുത്. ഈ ഒരുത്തൻ വിമർശകനാണെങ്കിൽ അവനിൽ ഒരു വിമർശകന്റെ ആത്മാവുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ഒരുത്തൻ ആത്മീയനാണെങ്കിൽ
അവനിലൊരു റൈറ്റ് സ്പിരിറ്റ് ഉണ്ട്. വിമർശനത്തിന്റെ ആത്മാവുള്ളവന്റെ കൂടെ നീ അസോസിയേറ്റ് ചെയ്താൽ, അവൻ എഴുതിയതെല്ലാം വായിക്കാനും അവൻ പറയുന്നതെല്ലാം കേൾക്കാനും നിന്നാൽ, ആ സ്പിരിറ്റ് നിന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അതാ ബൈബിൾ പറയുന്നത്, ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. എല്ലാ റോങ് അസോസിയേഷനെയും എല്ലാ റോങ് കണക്ഷനുകളെയും കട്ട് ചെയ്ത് കളയണം. എന്റെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന, എന്നെ എന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, എന്നെ എന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഡൗൺ ആക്കുന്ന ഒന്നും എനിക്ക് കാണണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ നിനക്ക് പറ്റിയാൽ അവിടെ നീ അടുത്തൊരു ലെവലിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ അകത്തിങ്ങനെ മുഴങ്ങി കേൾക്കണം. കാരണം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഇത് പറയുന്നത് ആരാണ്? സാക്ഷാൽ പൗലോസ് അപ്പോസ്തലനാണ്. യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷനായ മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ഈടുറ്റ കരുത്തുള്ള 14 ലേഖനങ്ങൾ ആത്മതലത്തിൽ എഴുതി ദൈവസഭയ്ക്ക് കൈമാറിയവൻ. ആ പുള്ളി പറയാണ്, ഞാൻ കൊളരുതാത്തവനായി പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് കൊളരുതായ്മയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുകയല്ല. കൊളരുതായ്മ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അത് കേൾക്കാതെ, അത് കാണാതെ, അത് തൊടാതെ, അതിനോട് അസോസിയേറ്റ് ചെയ്യാതെ എൻ്റെ ശരീരത്തോട് ഞാൻ പറയും, തൊട്ടേക്കരുത്, നോക്കിയേക്കരുത്, അത് കണ്ടേക്കരുത്, അത് നിനക്കുള്ളതല്ല.